റാഡിക്കൽ റീഡിങ്ങിലേക്കും അഫർമേഷൻ ചാൻഡിങ്ങിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പനി പിടിപെട്ടതുകൊണ്ട് കുറച്ച് ദിവസം റീഡിങ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് റീസ്റ്റാർട്ട് ചെയ്തത്. ഓരോ റാഡിക്കൽ റീഡിങ്ങും നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ചക്രാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ മേജർ ചക്രാസും മൈനർ ചക്രാസും ഉൾപ്പെടുന്നു. ഇന്ന് എന്താണ് പ്രപഞ്ചം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒഫൻസീവ്നെസ് ചക്ര. റിമൈൻഡഡ് ടു ഹാവ് ഫെയ്ത്ത് ദാറ്റ് ഇറ്റ് ഈസ് സേഫ് ടു ഫോർഗീവ്. മാപ്പ് നൽകുന്നത് സുരക്ഷിതമാണെന്ന വിശ്വാസം നിലനിർത്തുക. എന്താണ് അതിഭൗതിക തലത്തിൽ, മെറ്റാഫിസിക്കൽ തലത്തിൽ പ്രപഞ്ചത്തിന് നമ്മളോട് പറയാനുള്ളത് എന്നുകൂടി നോക്കാം. നിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശിക്ഷിക്കാനുള്ള സൂക്ഷ്മമായ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? അതിനു പകരം എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആരെയും വേദനിപ്പിക്കാതെയോ ഉപദ്രവിക്കാതെയോ നിങ്ങൾ ഉദ്ദേശിച്ച ഫലങ്ങൾ നേടാൻ കഴിഞ്ഞാൽ, നിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശിക്ഷിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഒന്ന് നിൽക്കൂ. കാര്യങ്ങളെ ഒന്നുകൂടി പരിശോധിക്കുക. തീർച്ചയായും കുറേ കൂടി നല്ല വഴികളുണ്ടാവും. അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിലെ പെരുമാറ്റം നിങ്ങളും മറ്റുള്ളവരും അർഹിക്കുന്നുണ്ട്. സ്വയം ശിക്ഷിക്കാനോ മറ്റുള്ളവരെ ശിക്ഷിക്കാനോ ആത്മാവിൻ്റെ തലത്തിലുള്ള ആവശ്യകത ഉപേക്ഷിക്കുക. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക. മറ്റുള്ളവരോട് അനുതാപപൂർവം പെരുമാറുക. സംഭവിച്ചതിൻ്റെ പേരിൽ വിഷമിക്കുന്നതിന് പകരം നിങ്ങൾക്കെന്താണോ വേണ്ടത് അത് നിങ്ങളിലേക്ക് അടുപ്പിക്കുക. പരിഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുക. പ്രശ്നം ആവർത്തിക്കുമോ എന്ന ഭയം ഉപേക്ഷിക്കുക. ശരിയായ ഉദ്ദേശത്തോടു കൂടി അനുതാപപൂർണവും ദയാപരവുമായ മാർഗങ്ങൾ അന്വേഷിച്ച് നടപ്പാക്കുക. അഫർമേഷൻ. ഞാൻ ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. 21 ടൈംസ് ആണ് നമ്മൾ ഈ അഫർമേഷൻ ചാൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കാം. ഇനി ഈ അഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഇത് എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് 7 ഡേയ്സോ 14 ഡേയ്സോ 21 ഡേയ്സോ അല്ലെങ്കിൽ 90 ഡേയ്സോ ഒക്കെ 21 ടൈംസ് എഴുതാവുന്നതാണ്. ഇന്നത്തെ അഫർമേഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഫോർഗീവ്നെസ് ആണ് എല്ലാത്തിൻ്റെയും ഒരു താക്കോൽ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരോടും ക്ഷമിക്കുന്നു, അതുപോലെ തന്നോടും ക്ഷമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അഫർമേഷൻ. അപ്പോൾ ഏറ്റവും ഫോർഗീവ്നെസ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അഫർമേഷൻ ചാൻഡിങ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് പോകാം. വളരെ ശ്രദ്ധയോടുകൂടി സമാധാനത്തോടു കൂടി ഇരുന്ന് ഈ അഫർമേഷൻ ചാൻഡിങ് കേൾക്കുക. ഞാൻ ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. 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 ഞാൻ
ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഉദാരപൂർവം എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഉദാരപൂർവം എന്നോട് എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഉദാരപൂർവം 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 എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. ചുറ്റുമുള്ളവരോടും നമ്മളോടും നമുക്ക് ക്ഷമിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു.